ഇനി കൊച്ചിയിലേക്ക്. കൊച്ചി കോർപ്പറേഷനിലെ ആധികാരികമായ വിജയത്തോടെ മേയർ ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടന്നു. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഷൈനി മാത്യു എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനായി ലീഗ് പിടിമുറുക്കിയെന്നും വാർത്തയുണ്ട്. വിവാദങ്ങളില്ലാതെ മേയറെ പ്രഖ്യാപിക്കുമെന്നാണ് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പറയുന്നത്. UDF ക്യാമ്പ് കണക്കുകൂട്ടിയതിലും വലിയ വിജയമാണ് കൊച്ചി കോർപ്പറേഷനിൽ. സ്റ്റേഡിയം ഡിവിഷനിൽ നിന്ന് വിജയിച്ച KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ പേരിനാണ് മേയർ സ്ഥാനത്തേക്ക് മുൻതൂക്കം. മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK മിനിമോൾ, ഷൈനി മാത്യു എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് മേയറെ തീരുമാനിക്കുമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. ഈ നഗരവികസനത്തിന് വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരു മേയറെ പാർട്ടി തീരുമാനിക്കും. പാർട്ടിയും മുന്നണിയും തീരുമാനിക്കും. അത് എല്ലാ മുതിർന്ന നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച്, എറണാകുളത്ത് പാർട്ടിക്ക് അതിനൊരു സിസ്റ്റമുണ്ട്, അത് എല്ലാവരുമായി കൂടിയാലോചിച്ച് പാർട്ടി അത് തീരുമാനിക്കും. മേയർ സ്ഥാനത്തേക്ക് പാർട്ടി പറയുന്ന പേര് ആരുടേതായാലും അംഗീകരിക്കുമെന്നായിരുന്നു ദീപ്തി മേരി വർഗീസിന്റെയും VK മിനിമോളുടെയും പ്രതികരണം. അത്തരത്തിലുള്ള ഒരു തീരുമാനവും പാർട്ടി എടുത്തിട്ടില്ല. ഇനിയുമാണ് പാർട്ടി തീരുമാനിക്കാൻ പോകുന്നത്. നേതൃത്വം കൂടിയാലോചിച്ച് തീരുമാനിക്കും. നേതൃത്വം എടുക്കുന്ന എന്ത് തീരുമാനമാണോ ആ തീരുമാനത്തോടൊപ്പം വിധേയമായി നിന്നിട്ടുള്ള ഒരു പാരമ്പര്യമാണ് എൻ്റെ ഈ പൊതുപ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. രണ്ടുപേരും I വിഭാഗത്തിന്റെ പ്രതിനിധികളാണ്. അതേസമയം മുൻ കൌൺസിലർ ഷൈനി മാത്യുവിന്റെ പേരാണ് A ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗും മുന്നോട്ട് വെച്ചു. ലീഗിന്റെ ആവശ്യം അംഗീകരിച്ചാൽ TK അഷ്റഫിനായിരിക്കും നറുക്കുവീഴുക. വലിയ തർക്കങ്ങളൊന്നും ഉണ്ടാകാതെ മേയറെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. വൈകാതെ തന്നെ നേതൃയോഗങ്ങൾ ചേർന്ന് കൃത്യമായ തീരുമാനങ്ങളെടുക്കും. കൊച്ചിയിൽ നിന്നും ആൻമരിയ സനി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.